പാഠപുസ്തകത്തിലെ കൃഷി പുരയിടത്തിലേക്ക് നട്ട അധ്യാപകനെ പറ്റി പറയാം. വെള്ളായണി കാർഷിക കോളേജിലെ അധ്യാപകനാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ വിസ്മയം തീർക്കുന്നത്. കൃഷി തനിക്ക് അഭിമാനവും ജീവിതവുമാണെന്നാണ് വിൽസൺ പറയുന്നത്. അധ്യാപന ജീവിതം അവസാനിക്കുമ്പോഴും മനസ്സിനുള്ളിലെ സിലബസിലെ പാഠങ്ങൾ അവസാനിച്ചിരുന്നില്ല. അധ്യാപനം പോലെ ഉള്ളിൽ കൊണ്ടു നടന്ന ഇഷ്ടത്തിന് പിന്നാലെ കല്ലിയൂർ സ്വദേശി ചുവടുവെച്ചു. സ്വപ്നങ്ങൾ നട്ടു. റിട്ടയർമെന്റ് കാലത്തെ ക്രിയേറ്റിവിറ്റി കൃഷിയിൽ കണ്ടെത്തി. കൃഷി എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ തന്നെയായിരുന്നു. പിന്നെ സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് മുഴുവൻ സമയം നിലവിട്ടൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു സന്ദർഭമില്ലായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് കാഷ്വലായിട്ടുള്ള കൃഷികൾ, ചെറിയ രീതിയിൽ കൃഷി ഉണ്ടായിരുന്നു, എന്നാലും ഇൻറ്റൻസീവായിട്ടുള്ള ഒരു കൃഷി ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ള താല്പര്യത്തോടെയാണ് കൃഷി തുടങ്ങിയത്. ആദ്യം ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ പൂവിരിഞ്ഞോ എന്ന് റിട്ടയർഡ് അധ്യാപകൻ തിരഞ്ഞു. പിന്നീട് അധ്വാനത്തിന്റെ ഫലം കണ്ട് പുഞ്ചിരിച്ചു. വാസ്തവത്തിൽ തുടക്കത്തിൽ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൽ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. കാരണം ഈ കോൺക്രീറ്റ് തൂണുകൾ വേണം. കോൺക്രീറ്റ് തൂണുകളില്ലാതെ നമുക്ക് നിർത്താൻ, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ബലമുള്ള എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിലേ നമുക്ക് ഇത് വളർത്താൻ പറ്റുള്ളൂ. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ 10 മാസമായപ്പോൾ ഇത് ഫ്ലവർ ചെയ്തു. അതെനിക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജി തന്ന ഒരു കാര്യമാണ്. കാരണം ഞാനിങ്ങനെ ഓരോ ദിവസവും നോക്കിക്കൊണ്ടിരിക്കും എവിടെയെങ്കിലും ഫ്ലവർ ബഡ് വരുന്നുണ്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നവംബർ 1-ാം തീയതി ഞാൻ ആദ്യമായിട്ട് ഫ്ലവർ ബഡ് ചില ചെടികളിൽ കണ്ടു. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായി. വളരെ ബമ്പർ പ്രൊഡക്ഷനൊന്നുമില്ല, കാരണം അത് ഒന്നാമത്തെ വർഷം നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടും കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ വിളവ് ലഭിക്കും വരുന്ന വർഷങ്ങളിൽ. കല്ലിയൂർ കാക്കാമൂലയിലെ വീടിനോട് ചേർന്ന സ്ഥലത്തെ വിണ്ടയിൽ എന്ന പേരിലുള്ള ഫാമിലാണ് കൃഷി. 1 വർഷം മുൻപാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തുടങ്ങിയത്. ജീവിതത്തിലെ കൂട്ട് കൃഷിയിടത്തിലും ഒപ്പമുണ്ട്. എന്നാലും പുതിയ ഫലങ്ങളെ സാറ് നോക്കുമ്പോൾ വല്ലാതെ പുഞ്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ഒരുപക്ഷെ സ്വന്തം വിദ്യാർത്ഥി കൃഷിയിലേക്ക് കടക്കുമ്പോഴോ നല്ല മാർക്ക് വാങ്ങിക്കുമ്പോഴോ ആയിരിക്കും ഒരു അധ്യാപന മുഖത്ത് ഈ പുഞ്ചിരി ഉണ്ടാകുക. ഔദ്യോഗിക തൊഴിലിൽ നിന്ന് വിരമിച്ച ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നവരോട് സാറിന് പറയാനുള്ളത്, തിരിഞ്ഞു നോക്കാൻ സമയമില്ല, ഇപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ ഫലം കണ്ട് സന്തോഷിക്കുകയാണ്. നെല്ലയും മുരുകനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ, സാധാരണ ഈ റിട്ടയർമെന്റ് ജീവിതമൊക്കെ എല്ലാവരും ഒന്ന് വിശ്രമിച്ച് അങ്ങനെ പോകാറാണ് പതിവ്. ഇത്രകാലം പണിയെടുത്തില്ലേ, ഇനി വയ്യ എന്ന് കരുതി മാറി നിൽക്കുന്നവരെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ വിൽസൺ മാഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആള് കുറച്ച് വ്യത്യസ്തനാണ്. അങ്ങനെ വെറുതെ ഇരിക്കാൻ വയ്യ. ഇതുവരെ സ്നേഹിച്ച് വന്ന ആ കൃഷിക്കൊപ്പം തന്നെ ജീവിതം ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാനാണല്ലേ തീരുമാനം? ഈ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ കാര്യമായി പറയാൻ കഴിയില്ല. പക്ഷേ അത് വ്യത്യസ്തമാകുന്നത് അതിനോട് എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു, ഒരുപക്ഷെ ഉപജീവനത്തിൻ്റെ ഭാഗമായും അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിൻ്റെ ഭാഗമായും ഒക്കെ അതിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ഒരു അധ്യാപകൻ റിട്ടയർഡ് ആകുന്നു. ഞാൻ എപ്പോഴും ചോദിച്ചത്, ക്ലാസ് മുറിയുടെ തിരക്ക്, സിലബസ് തീർക്കാനുള്ള ഓട്ടം, അതിനിടയിൽ ഒരു 4 പതിറ്റാണ്ട് നീണ്ടു നിന്ന ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുന്നു. എന്നിട്ട് ഈ വെയിലത്ത് നിന്ന് കൃഷി ചെയ്യണം എന്നൊരാഗ്രഹം എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ പണ്ടേ പാഷനായിരുന്നു എന്ന് പറയാനാണ് ആഗ്രഹം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാഷനോടുകൂടി ആ സർവകലാശാലയുടെ പടികൾ ഇറങ്ങുമ്പോൾ അടുത്ത് ചെയ്യാൻ എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലുറപ്പിച്ച് വെച്ചിരുന്നു. ഒരുപക്ഷെ ഞാൻ എപ്പോഴും കണ്ടൊരു വിദ്യാർത്ഥിയെ തന്നെയാണ് എന്നുള്ളതാണ്. വിദ്യാർത്ഥിയായി അടുത്ത് എന്ത് പഠിക്കണം, അടുത്ത കോഴ്സ് എന്ത് പോകണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെയുള്ള കാര്യം അധ്യാപകൻ തന്നെ മൂല്യം കാട്ടുമ്പോൾ ഈ അധ്യാപകൻ്റെ ക്ലാസ് മുറിയിൽ ഇരുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ആ മൂല്യം ലഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം പിന്നീട് ഒരു കൃഷി ചെയ്യണം, ആ കൃഷിയിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ നടത്തണം എന്ന് വിചാരിച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് കടക്കുന്നത്. അപ്പോൾ അത് വലിയ വിജയമായി മാറുന്ന സന്തോഷം ഈ പുള്ളിക്കാരനുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. കാരണം എത്രമാത്രം എഫേർട്ട് വേണം നമുക്കത് കണ്ടാൽ അറിയാം. അത്രമാത്രം പ്രയത്നം എൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്നാലും 300 പില്ലറുകളാണ് ഏറ്റവും ആദ്യം നമുക്ക് നാട്ടേണ്ടത്. അപ്പോൾ അത് തന്നെ ഒരു എഫേർട്ടാണ് മുന്നോട്ട് പോകാൻ, അല്ലാതെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും അതിൽ തുടങ്ങി ഇപ്പോൾ എന്തായാലും ഫലം വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആ നിമിഷത്തിന് വേണ്ടിയാകും ഒരുപക്ഷെ എല്ലാ മനുഷ്യരും പ്രയത്നങ്ങൾക്കൊടുവിൽ കിട്ടുന്ന ഫലത്തിന് വേണ്ടിയാണല്ലോ ഒരുപക്ഷെ ആളുകളെല്ലാം ജീവിക്കുക. അതിനിടയ്ക്ക് തിരിച്ചടി ഉണ്ടാവും, തിരിച്ചു കയറി വരും, ഇതൊക്കെ തന്നെയാണ് ജീവിതം. പക്ഷേ ഈ ജീവിതത്തിൽ അത്
സാർത്ഥകമാക്കുന്ന ഒരുപക്ഷെ ആ ഡ്രാഗൺ ഫ്രൂട്ട് വിളഞ്ഞു കഴിഞ്ഞ് നിറത്തോടെ നിൽക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. ആ സന്തോഷം എന്തായാലും ക്യാമറയിൽ ഞങ്ങൾക്ക് ഈ ക്യാമറയിലേക്ക് ആ ഒരു ഭാവം കിട്ടാൻ ഭാഗ്യമുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ വളരെ ആവേശത്തോടുകൂടി ഈ കൃഷിയിലാകട്ടെ ആഗ്രഹത്തോടു കൂടി ആ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴും കുട്ടികൾ വന്ന് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് അവിടേക്ക് വരും. ഇപ്പോഴും വിദ്യാർത്ഥിയാണ്, പഠിക്കുകയാണ്. എങ്ങനെ കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു മനുഷ്യൻ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പൊ കൃഷിയിൽ ഇനിയും വിജയഗാഥ രചിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ.